Hi students, welcome to the first lecture of fluid machinery. ഓക്കെ, നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ പേരാണ് ഫ്ലൂയിഡ് മെഷീനറി എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ് ആൻഡ് ഹൈഡ്രോളിക് ടർബൈൻസ് ആണ്. ഇമ്പാക്റ്റ് ഓഫ് ജെറ്റും ഹൈഡ്രോളിക് ടർബൈൻസും കൂടി അടങ്ങിയിട്ടുള്ളതാണ് ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്. സോ നമുക്ക് ആദ്യം തന്നെ സബ്ജക്റ്റിലേക്ക് കിടക്കാം. ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, ഇപ്പോൾ ഇത് അടങ്ങിയിരിക്കുന്ന കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ ജെറ്റ്സ്, ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ് എന്നൊക്കെ പറയുമ്പോൾ ആദ്യം അറിയേണ്ടത് ഇത് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിളാണ്. ദെൻ അതേപോലെ ഡൈനാമിക് ഫോഴ്സ് ഓഫ് ജെറ്റ്, ഒരു ജെറ്റ് ചെന്ന ഒരു പ്ലേറ്റിൽ സ്ട്രൈക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ്, ഓക്കെ, ഈ ജെറ്റിനാൽ എക്സൈറ്റ് ചെയ്യുന്ന ഫോഴ്സ്, അതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. ദെൻ അങ്ങനെ സംഭവിക്കുമ്പോൾ അത് ഫിക്സ്ഡ് പ്ലേറ്റ് ആവാം. ഒരു പ്ലേറ്റ് എന്ന് പറഞ്ഞു ഞാൻ, ഒരു പ്ലേറ്റ് ചിലപ്പോൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ ഒരു പ്ലേറ്റ് മൂവ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ മൂവ് ചെയ്യുന്നതാകുമ്പോൾ നമുക്ക് അവിടെ വർക്ക് ഡൺ ഉണ്ടാവും. അങ്ങനെ വർക്ക് ഡൺ ഉണ്ടാവുകയാണെങ്കിൽ എഫിഷ്യൻസി ഉണ്ടാവും. ഈ വക കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇതിൽ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പം ആദ്യം തന്നെ ഇതിൻ്റെ ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്താണെന്ന് നോക്കുക. ഈ സബ്ജക്റ്റിൽ നിന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, മൊഡ്യൂളിൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു 3 മൊഡ്യൂളിൽ ടർബൈനും പമ്പും റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇതിൽ നമ്മൾ പഠിക്കണമെന്ന് പറഞ്ഞാൽ ഫോഴ്സിന് ഇവാലുവേറ്റ് ചെയ്യാണ്. ഓക്കെ, ബോത്ത് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, എൻ്റെ മാഗ്നിറ്റ്യൂഡിലും അതിൻ്റെ ഡയറക്ഷനിലും കൂടിയായിട്ട് നമ്മൾ എന്താണ് ഫോഴ്സിന് ഇവാലുവേറ്റ് ചെയ്യാണ് ബൈ ഫ്രീ ജെറ്റ്സ് when they impinge upon a stationary or moving object such as flat plates and vanes of different shapes and orientation. ഇതിൽ പറയുന്നത് ഫോഴ്സിനെ സ്റ്റഡി ചെയ്യാണെന്ന് പറഞ്ഞു ബൈ എ ഫ്രീ ജെറ്റ്. ഈ ജെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നോസിൽ ഉണ്ട് എന്ന് ഇമാജിൻ ചെയ്യുക. ഈ നോസിൽ, ഇമാജിൻ ദിസ് ഈസ് എ നോസിൽ, ഇതിലൂടെ വെള്ളവും ഉണ്ടാവും, ഈ ഡയറക്ഷനിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ ഇത് നോസിലിൻ്റെ ഔട്ട്ലെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ നോസിലിൻ്റെ ഔട്ട്ലെറ്റിലൂടെ ഇങ്ങനെ വരും. അപ്പോൾ ഇതിനെയാണ് എന്ത് ജെറ്റ് എന്ന് പറയുക, ജെറ്റ് ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഈ ജെറ്റ് ഓഫ് ഫ്ലൂയിഡ് വന്നിട്ട്, ഈ ജെറ്റ് ഓഫ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റ് പ്രഷറായിരിക്കും. അതവിടെ പറയുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷറായിരിക്കും ത്രൂ ഔട്ട് ഉണ്ടാവുക. കാരണം നോസിലിൻ്റെ പുറത്തേക്ക് വരുന്നതല്ലേ, നോസിലിൻ്റെ ഔട്ട്പുട്ട് നിന്ന് വരുന്നതാണ്. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് പ്രഷറിലായിരിക്കും നോസിലിൻ്റെ ഔട്ട്പുട്ടിലൂടെ വരിക. അത് വെൻ ദ ഇമ്പിഞ്ച് അപ്പോൺ സ്റ്റേഷനറി ഓർ മൂവിങ് ഒബ്ജക്റ്റ്. ഇമ്പിഞ്ച് എന്ന് പറഞ്ഞാൽ സ്ട്രൈക്ക് ചെയ്യുകയാണ്. ഓക്കെ, സ്ട്രൈക്ക് ചെയ്യണം ഒരു സ്റ്റേഷനറി അല്ലെങ്കിൽ ഒരു മൂവിങ് ഒബ്ജക്റ്റിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അവിടെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പൈപ്പ് ഉണ്ടാവും. ഈ പൈപ്പിൻ്റെ ഔട്ടിൽ ഒരു നോസിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ പൈപ്പിലൂടെ വരുന്ന വെള്ളം ഈ നോസിലിൻ്റെ ഔട്ടിൽ നിന്ന് ഇങ്ങനെ വരും അല്ലേ, ഇതിനെയാണ് ജെറ്റ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ ഒരു പ്ലേറ്റ് ഉണ്ട് എന്ന് ഇമാജിൻ ചെയ്യുക. ഇവിടെ ഒരു പ്ലേറ്റ് ഉണ്ടെങ്കിൽ ഈ പ്ലേറ്റിൽ സ്ട്രൈക്ക് ചെയ്യും. ഇപ്പോൾ സപ്പോസ് ഈ പ്ലേറ്റ് ഫിക്സ്ഡ് ആണെങ്കിൽ പ്ലേറ്റ് മൂവ് ചെയ്യില്ല അല്ലേ. ഇപ്പോൾ എന്താ ചെയ്യുക, ഈ ജെറ്റ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഈ ജെറ്റ് ഈ പ്ലേറ്റിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഫോഴ്സ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാണ് വേണ്ടത്. അതാണ് ഈ ത്രൂ ഔട്ട് നമ്മൾ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോണത്. ദിസ് ഈസ് ദ ബേസ് തിങ്. സോ നമുക്ക് മൂവ് ചെയ്യാം. ആദ്യം തന്നെ പറഞ്ഞിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ ആണെന്ന് പറഞ്ഞു. ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ വെച്ചിട്ട് നമ്മൾ പറയുന്നതാണ് ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ. നമുക്ക് എല്ലാവർക്കും അറിയാം ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്താണെന്നുള്ളത്. ഫോഴ്സ് ഈക്വൽ ടു എന്താണ്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. സോ മാസ് ഉണ്ട്, ആക്സലറേഷനെ നമുക്ക് എങ്ങനെ എഴുതാം, ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ് അല്ലേ. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി ബൈ ടൈം എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡൗട്ട് വരാം, യൂഷ്വലി നമ്മൾ ഈ ചേഞ്ച് ഇൻ എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഫൈനൽ മൈനസ് ഇനീഷ്യൽ എന്നല്ല എഴുതുക. ഇവിടെ എന്തുകൊണ്ട് ഇനീഷ്യൽ മൈനസ് ഫൈനൽ എന്ന് എഴുതിയെന്ന് ഒരു ഡൗട്ട് വരാം. അതിന് കാരണമുണ്ട്. നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഇമ്പാക്റ്റ് ഓഫ് ജെറ്റാണ്. ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ് എന്ന് പറയുമ്പോൾ ഈ ജെറ്റ് ഓഫ് ഫ്ലൂയിഡ് ഒരു പ്ലേറ്റിൽ ചെന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ആ ജെറ്റിനാൽ ഉണ്ടാവുന്ന ഫോഴ്സ് എത്ര ഫോഴ്സ് അവിടെ എക്സേർട്ട് ചെയ്യണു എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഓർത്ത് വയ്ക്കുക, ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ജെറ്റ് ഓൺ ദ പ്ലേറ്റ് ആണ്. ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ജെറ്റ് ഓൺ ദ പ്ലേറ്റ് ആണ്. ഓക്കെ, അങ്ങനെ ആകുമ്പോഴാണ് ഇവിടെ ഇനീഷ്യൽ മൈനസ് ഫൈനൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദ ജെറ്റ് ആണ് വരുന്നതെങ്കിൽ അവിടെ എന്ത് വരും, ഫൈനൽ മൈനസ് ഇനീഷ്യൽ എന്ന് വരും. ഓക്കെ, അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ
ഈ ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിളിൻ്റെ ഭാഗമായിട്ടാണ് ഈ ന്യൂട്ടൺ സെക്കൻഡ് ലോ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം എം ഇൻറ്റു വി ഐ മൈനസ് വി എഫ് ബൈ ടി എന്ന് എഴുതാം. അപ്പോൾ ഇമ്പൾസ് ഓഫ് എ ഫോഴ്സ് ഈസ് ഗിവൺ ബൈ ദ ചേഞ്ച് ഇൻ മൊമെൻറ്റം കോസ്ഡ് ബൈ ദ ഫോഴ്സ് ഓൺ ദ ബോഡി. അതായത് ഒരു ഇമ്പൾസ് ഓഫ് എ ഫോഴ്സിൻ്റെ ഇമ്പൾസ് എന്ന് പറയുന്നത് തരുന്നത് എന്താണ്? ചേഞ്ച് ഇൻ മൊമെൻറ്റം കോസ്ഡ് ബൈ ദ ഫോഴ്സ് ഓൺ ദ ബോഡി. ആ ബോഡിയിലുണ്ടായ ഫോഴ്സ് കൊണ്ട് അവിടെ മൊമെൻറ്റത്തിൻ്റെ ചേഞ്ച് കൊണ്ടുണ്ടായ ഫോഴ്സ് ഞാനാണ് എന്ത് ഇമ്പൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റമാണ് ഉദ്ദേശിക്കുന്നത് വരും. അപ്പോൾ അവിടെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഇപ്പോൾ ഫോഴ്സ് എക്സേർട്ട് ബൈ ദ ജെറ്റ് ഓൺ ദ പ്ലേറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ്. ഇപ്പോൾ ജെറ്റിൻ്റെ ഡയറക്ഷനിൽ എക്സേർട്ട് ചെയ്തതെന്ന് പറയുക. ജെറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കാണിച്ചിരുന്നു. ഇപ്പോൾ ഇവിടെ ജെറ്റ് ഇതാണ് ഈ ഡയറക്ഷനിലാണ് പോകുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ, അത് നമ്മൾ എക്സ് ഡയറക്ഷനിൽ എടുക്കും. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ നമുക്ക് പറയാം എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്നാണ് പറയുന്നത്. ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം എന്താണ് അക്കോർഡിംഗ് ടു ഇവിടെ എന്താണ് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ജെറ്റ് അല്ലേ. ജെറ്റ് ആകുമ്പോൾ എന്താണ് നമ്മൾ എഴുതാം ഇനീഷ്യൽ മൊമെൻറ്റം മൈനസ് ഫൈനൽ മൊമെൻറ്റം എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇവിടെ ഫോഴ്സ് എക്സേർട്ടഡ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഇവിടെ ഡിവൈഡഡ് ബൈ എന്തുണ്ടാവും? ടൈമും കൂടി ഉണ്ടാവും. റേറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? പെർ ടൈമാണ്. ഓക്കെ, പെർ ടൈമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ അപ്പോൾ ഇനീഷ്യൽ മൊമെൻറ്റം മൈനസ് ഫൈനൽ മൊമെൻറ്റമാണ്. ആ ഇനീഷ്യൽ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. അപ്പോൾ ഇവിടെ മാസ് ഇൻറ്റു ഇനീഷ്യൽ മൊമെൻറ്റം ആയതുകൊണ്ട് മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ മൊമെൻറ്റം ആയതുകൊണ്ട് മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി. അത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ആയതുകൊണ്ട് ഇവിടെ എന്തുണ്ടാവണം? ഡിവൈഡഡ് ബൈ ഹോൾ ഡിവൈഡഡ് ബൈ ടൈം എന്നും കൂടി എഴുതണം. ഓക്കെ, അപ്പോൾ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ജെറ്റ് ഓൺ ദ പ്ലേറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ് ഇതാണ് പറഞ്ഞത് അല്ലേ. ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ജെറ്റ് ഓൺ ദ പ്ലേറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ്. സേ ഇപ്പോൾ ഡയറക്ഷൻ ഓഫ് ജെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ഏത് ഡയറക്ഷനാണ്? ഞാൻ അവിടെ ചിത്രത്തിൽ കാണിച്ചു തന്നു ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ് എന്ന് എടുക്കാം. അപ്പോൾ എഫ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, എഫ് എക്സ് ഈക്വൽ ടു എന്താണ്? എഫ് എക്സ് ഈക്വൽ ടു എം ഇൻറ്റു വി ഐ മൈനസ് വി എഫ് ഹോൾ ഡിവൈഡ് ബൈ ടി എന്ന് എഴുതാം. എം എന്ന് പറഞ്ഞാൽ മാസാണ്, വി ഐ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റിയാണ്, വി എഫ് എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി ഹോൾ ഡിവൈഡ് ബൈ ടി ആണ്. ഓക്കെ, അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എന്താണ്? മാസ് ബൈ ടൈം ഇൻറ്റു ഇവിടെ മീൻ ചെയ്യുന്നതാണ് ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി എന്ന് എഴുതാം. അപ്പോൾ മാസിന് മാത്രം മാസ് പെർ ടൈം എന്ന് മാത്രം എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ മാസ് പെർ ടൈം എന്ന് എഴുതാനുള്ള കാരണം എന്താണ്? മാസ് പെർ ടൈം എന്ന് എഴുതിയാൽ നമുക്കിവിടെ എന്താണ് ചെയ്യാൻ കഴിയുക? മാസ് പെർ ടൈം എന്ന് എഴുതി കഴിഞ്ഞാൽ മാസ് പെർ സെക്കൻഡിന് തുല്യമാണ് അല്ലേ. ഈ മാസ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലേ പോട്ടെ, മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ച കാര്യമാണ്. മാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് എഴുതാം. മാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ് എന്നറിയാം അല്ലേ. ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണെന്നറിയാം. അപ്പോൾ ഇവിടെ മാസ് പെർ ടൈം അല്ലേ, ഇവിടെ മാസ് പെർ ടൈം അല്ലേ എന്ന് വെച്ചാൽ മാസ് പെർ സെക്കൻഡ് ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ ഡെൻസിറ്റി ഇൻറ്റു ഇവിടെ വോളിയം പെർ സെക്കൻഡ് എന്ന് എഴുതാം. ഈ വോളിയം പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ചാർജ് ആണ്. ക്ലിയർ അല്ലേ? വോളിയം പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ആണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് റോ ക്യൂ എന്ന് പറഞ്ഞാൽ ഈ മാസ് പെർ ടൈം ആണ്. ദെൻ ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി ആണ്. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ വി ഐ മൈനസ് ഫൈനൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ വി എഫ് എന്ന് കൊടുക്കാം. ഓക്കെ, സോ ഇപ്പോൾ ഫൈനലി നമുക്ക് ഇങ്ങനെ എഴുതാം റോ എ വി ഇൻറ്റു വി ഐ മൈനസ് വി എഫ് എന്ന് എഴുതാം. ഇപ്പോൾ ഇവിടെ എന്തുകൊണ്ട് എ വി എന്ന് എഴുതി? ക്യൂ ആണ് അല്ലേ. ക്യൂ എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ആണ്. ആ ഡിസ്ചാർജിന് നമുക്കറിയാം എന്താണ്? ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്നും കൂടി പറയും. ഇപ്പോൾ ഏരിയ ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചോദിക്കാം എ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ഏരിയ ആണ്? എന്തിൻ്റെ ഏരിയ ആയിരിക്കും? ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ജെറ്റ് അല്ലേ, ജെറ്റ് ഓൺ ദ പ്ലേറ്റ് അല്ലേ. അപ്പോൾ ജെറ്റ് ഓഫ് ഫ്ലൂയിഡ്. ഓക്കെ, ജെറ്റിൻ്റെ ഏരിയ ആണ്. ഈ ജെറ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് ആണ് കേട്ടോ, സ്ട്രീം ഓഫ് ഫ്ലൂയിഡ് ആണ്. ഓക്കെ, ഒരു ജെറ്റ് ഓഫ് ഫ്ലൂയിഡ് ആണ്. അപ്പോൾ ആ ജെറ്റിൻ്റെ ഏരിയ ആണ് എന്ത്? എ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വി എന്ന് പറയുന്നത് എന്തായിരിക്കും? വെലോസിറ്റി വിത്ത് വിച്ച് ദ ജെറ്റ് സ്ട്രൈക്സ് ദ പ്ലേറ്റ് അല്ലേ. അതായത് ഇവിടെ ഈ റോ എ വിയിലെ വി എന്ന് പറയുന്നത് എന്തായിരിക്കും? ജെറ്റ് പ്ലേറ്റിൽ സ്ട്രൈക്ക് ചെയ്യുമല്ലോ. അപ്പോൾ പൈപ്പ് ഉണ്ട്, പൈപ്പിൻ്റെ എൻഡിൽ ഒരു നോസിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ നോസിലിൻ്റെ ഔട്ടിലൂടെയാണ് ഈ ജെറ്റ് ഓഫ് ഫ്ലൂയിഡ് വരുന്നത്. ആ ജെറ്റ് ഓഫ് ഫ്ലൂയിഡ് ചെന്ന് പ്ലേറ്റിൽ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. ആ പ്ലേറ്റിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോഴുള്ള വെലോസിറ്റിയാണ്. ഓക്കെ, ആ ജെറ്റ് പ്ലേറ്റിൽ സ്ട്രൈക്ക് ചെയ്യുന്ന വെലോസിറ്റിയാണ് എന്ത്? ഈ വി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ
ഇനിയാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇത് ബേസാണ് പറഞ്ഞത്. ഈ പറഞ്ഞ ബേസ് വെച്ചിട്ടാണ് ഇനി നോക്കുക. ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ജെറ്റ് ഓൺ എ പ്ലേറ്റ്. ഒരു പ്ലേറ്റിൽ ജെറ്റിനാൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തൊക്കെയാണെന്നാണ്. ഓക്കെ, അതാണ് ഈ ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ് എന്ന് പറഞ്ഞാൽ എ ജെറ്റ് ഈസ് എ സ്ട്രീം ഓഫ് ലിക്വിഡ് കംസ് ഔട്ട് ഫ്രം നോസിൽ വിത്ത് എ ഹൈ വെലോസിറ്റി അണ്ടർ കോൺസ്റ്റൻറ്റ് പ്രഷർ. പറഞ്ഞ കാര്യമാണ്. ജെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നോസിലിൻ്റെ ഔട്ടിലൂടെ ഒരു സ്ട്രീം ഓഫ് ലിക്വിഡിനെയാണ് ജെറ്റ് എന്ന് പറയുന്നത്. എങ്ങനെയുള്ള ഹൈ വെലോസിറ്റിയിലും കോൺസ്റ്റൻറ്റ് പ്രഷറിൽ കൂടിയും വരുന്ന ഒരു സ്ട്രീം ഓഫ് ലിക്വിഡിനെയാണ് എന്ത്? ജെറ്റ് എന്ന് പറയുന്നത്. വെൻ ദ ജെറ്റ് ഇമ്പിഞ്ചസ് ഓൺ ദ പ്ലേറ്റ്സ് ഓർ വെയിൻസ്. ഇമ്പിഞ്ചസ് എന്ന് പറഞ്ഞാൽ സ്ട്രൈക്ക് ചെയ്യാണ്. ഒരു ജെറ്റ് പ്ലേറ്റ് അല്ലെങ്കിൽ വെയിൻസിൽ, പ്ലേറ്റ് എന്നും പറയും വെയിൻസ് എന്ന് പറയും, രണ്ടൊന്നാണ്. സ്ട്രൈക്ക് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് മൊമെൻറ്റം ഈസ് ചേഞ്ച്ഡ് ആൻഡ് എ ഹൈഡ്രോഡൈനാമിക് ഫോഴ്സ് ഈസ് എക്സേർട്ടഡ്. അല്ലേ? നിങ്ങൾ ചിന്തിക്കുക, ഒരു പ്ലേറ്റ് ഉണ്ട്, ആ പ്ലേറ്റിൽ ഒരു ജെറ്റ് ഓഫ് നമ്മൾ ഒരു പൈപ്പിൽ വെള്ളം കൊണ്ട് ആ ഒരു പ്ലേറ്റിൽ സ്ട്രൈക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മൊമെൻറ്റം എന്തായാലും ചേഞ്ച് ആവും. ആ മൊമെൻറ്റം ചേഞ്ച് ആവും. അതോടൊപ്പം തന്നെ അവിടെ ഒരു ഹൈഡ്രോഡൈനാമിക് ഫോഴ്സ് എക്സേർട്ടും ചെയ്യും. ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും, മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ വെയിൻ ഈസ് എ ഫ്ലാറ്റ് ഓർ കർവ്ഡ്. ഈ പ്ലേറ്റ്സ് അല്ലെങ്കിൽ വെയിൻസ് എന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയായിരിക്കും? ഫ്ലാറ്റ് ആവാം, കർവ്ഡ് ആയിരിക്കാം. ഫ്ലാറ്റ് പ്ലേറ്റ് ആവാം, കർവ്ഡ് പ്ലേറ്റ് ആയിരിക്കാം. ആ ഫ്ലാറ്റ് ആയിട്ടുള്ള കർവ്ഡ് പ്ലേറ്റ് ഒക്കെ ഫിക്സ്ഡ് ടു ദ റിം ഓഫ് ദ വീലിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നതാവാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇമ്പാക്റ്റ് ഓഫ് ജെറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതുതന്നെ ഇപ്പോൾ ഇവിടെ രണ്ട് തരത്തിൽ പഠിക്കുന്നുണ്ട്. ഒന്ന് സ്റ്റേഷനറി കേസ് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ്, പിന്നെ ഒന്ന് മൂവിങ് കേസ്. ഓക്കെ, അപ്പോൾ ആദ്യം നോക്കുക. ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ജെറ്റ് ഓൺ എ സ്റ്റേഷനറി പ്ലേറ്റ്. സ്റ്റേഷനറി പ്ലേറ്റിൽ ജെറ്റിനാൽ എക്സേർട്ട് ചെയ്യണ ഫോഴ്സ് ആണ് നോക്കുന്നത്. അതിൽ തന്നെ 3 കേസസ് ഉണ്ട്. പ്ലേറ്റ് ഈസ് വെർട്ടിക്കൽ ടു ദ ജെറ്റ്. ഒരു ജെറ്റ് ഉണ്ടെങ്കിൽ ആ ജെറ്റിന് വെർട്ടിക്കലായിട്ടാണ് നമ്മൾ പ്ലേറ്റ് വെച്ചിരിക്കുന്നത്. എങ്ങനെയായിരിക്കും അവിടെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യാന്നുള്ളത്. ദെൻ പ്ലേറ്റ് ഈസ് ഇൻക്ലൈൻഡ് ടു ദ ജെറ്റ്. ജെറ്റിന് ഇൻക്ലൈൻഡ് ആയിട്ട് നമ്മൾ പ്ലേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്. ദെൻ പ്ലേറ്റ് ഈസ് കർവ്ഡ്. പ്ലേറ്റ് കർവ്ഡ് ആണെങ്കിൽ അവിടെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്ങനെയാണ്? ഇതേപോലെ മൂവിങ്ങിൻ്റെ കേസും പ്ലേറ്റ് വെർട്ടിക്കലായിട്ട് സെറ്റ് ചെയ്തപ്പോൾ ഉള്ള ഫോഴ്സ് എങ്ങനെയായിരിക്കും? പ്ലേറ്റ് ഇൻക്ലൈൻഡ് ആയിട്ട് സെറ്റ് ചെയ്തപ്പോൾ ഫോഴ്സ് എങ്ങനെയാണ്? പ്ലേറ്റ് കർവ്ഡ് ആയിരിക്കുമ്പോൾ ഫോഴ്സ് എങ്ങനെയായിരിക്കും? ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ആണ് നോക്കുന്നത്. ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ജെറ്റ് ഓൺ എ സ്റ്റേഷനറി വെർട്ടിക്കൽ പ്ലേറ്റ്. ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ജെറ്റ് ഓൺ എ സ്റ്റേഷനറി വെർട്ടിക്കൽ പ്ലേറ്റ്. അതിനായിട്ട് ഇവിടെ നോക്കുക, ഇത് നമ്മളെ പൈപ്പാണ്. ദിസ് ഈസ് പൈപ്പ്. ഇത് പൈപ്പാണ് അല്ലേ? പൈപ്പിൻ്റെ എൻഡിൽ എന്തുണ്ട്? നോസിലുണ്ട്. ഈ നോസിലിൻ്റെ ഔട്ടിൽ കൂടി എന്ത്? ഫ്ലൂയിഡ് പോണത് അല്ലേ? ജെറ്റ് ഓഫ് ഫ്ലൂയിഡ്, സ്ട്രീം ഓഫ് ഫ്ലൂയിഡ് പോകണം. അപ്പോൾ ഈ കാണുന്നതാണ് എന്ത്? പ്ലേറ്റ്. ഓക്കെ, പ്ലേറ്റ്. ഈ പ്ലേറ്റിന് എന്താണ്? ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സ്റ്റേഷനറി ആണ്, ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിലെന്താ സംഭവിക്കുന്നത്? ഈ ജെറ്റ് ഒഴുകുന്ന വെലോസിറ്റി എന്താണ്? വി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വി വെലോസിറ്റിയുള്ള ജെറ്റ് ഈ പ്ലേറ്റിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യാണ്. സ്ട്രൈക്ക് ചെയ്ത് തന്നെ പ്ലേറ്റ് ഫിക്സ്ഡ് ആണല്ലോ. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ ജെറ്റ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്ത് പോകും. ശരിയല്ലേ? ഇതിൽ സ്ട്രൈക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്ത് പോകും. അപ്പോൾ ഇങ്ങനെ പോകണമെന്ന് നമ്മൾ ഇമാജിൻ ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? ഇത്രയും കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഈ ജെറ്റിൻ്റെ ഡയറക്ഷനിൽ ഇപ്പോൾ ഇതാണ് ഇനീഷ്യൽ വെലോസിറ്റി അല്ലേ? ഇതാണ് ഇനീഷ്യൽ വെലോസിറ്റി. ഇപ്പോൾ വി വെലോസിറ്റിയിലാണ് ഈ ജെറ്റ് വരുന്നത്. അപ്പോൾ വി വെലോസിറ്റിയിൽ വന്ന് ഈ ജെറ്റ് പ്ലേറ്റിൽ സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ ദാറ്റ് ഈസ് ഇനീഷ്യൽ വെലോസിറ്റി വെൻ ദ ജെറ്റ് സ്ട്രൈക്സ് ദ പ്ലേറ്റ് അല്ലേ? ദെൻ സ്ട്രൈക്ക് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്ത് പോയി. 90 ഡിഗ്രി ഡിഫ്ലക്റ്റ് ചെയ്ത് 2 ഡയറക്ഷനിൽ പോയി. ഓക്കെ, അപ്പോൾ ഫൈനൽ വെലോസിറ്റി ഞാൻ ചോദിക്കുകയാണ്. ഫൈനൽ വെലോസിറ്റി ആഫ്റ്റർ സ്ട്രൈക്കിംഗ് ദ പ്ലേറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ നോസിൽ നിന്ന് വരുന്ന ജെറ്റിൻ്റെ വെലോസിറ്റിയാണ്. അതായത് വി എന്ന വെലോസിറ്റിയിൽ വന്ന് സ്ട്രൈക്ക് ചെയ്തു. ഓക്കെ, ജെറ്റിൻ്റെ ഡയറക്ഷൻ പറഞ്ഞാൽ ഇതാണ്, എക്സ് ഡയറക്ഷനിൽ. ഓക്കെ, ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൽ സ്ട്രൈക്ക് ചെയ്തതിന് ശേഷം എക്സ് ഡയറക്ഷനിൽ തന്നെ പോണത്, അത് ജെറ്റിൻ്റെ ഡയറക്ഷനിൽ തന്നെ പോണ വെലോസിറ്റി എന്താണ് അല്ലേ? ഇതിൽ സ്ട്രൈക്ക് ചെയ്തതിന് ശേഷം ജെറ്റിൻ്റെ ഡയറക്ഷനിൽ വെലോസിറ്റി കിട്ടുന്നുണ്ടോ? ഇല്ല അല്ലേ? ജെറ്റിൻ്റെ ഡയറക്ഷനിൽ വെലോസിറ്റി കിട്ടില്ല. ഇവിടെ സ്ട്രൈക്ക് ചെയ്തിട്ട് എന്താണ്? ജെറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലാണ് എന്ത്? വെലോസിറ്റി ഡിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ജെറ്റ് പ്ലേറ്റിൽ സ്ട്രൈക്ക് ചെയ്യുന്ന വെലോസിറ്റിയാണ്. ഫൈനൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാം ജെറ്റിൻ്റെ ഡയറക്ഷനിലാണ് കേട്ടോ, ഓർത്ത് വയ്ക്കുക. ഓൺ ജെറ്റ് ഡയറക്ഷൻ ഓഫ് ജെറ്റാണ്. ഫൈനൽ വെലോസിറ്റിയിൽ എന്താണ്? ജെറ്റിൻ്റെ ഡയറക്ഷനിൽ എന്തില്ല?
വെലോസിറ്റി ഇല്ല, അപ്പോൾ 0 ആയി പോകും. അപ്പോൾ അതാണ് ഇവിടെ നോക്കേണ്ടത്. അപ്പോൾ ഇതിനായിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്ത് ഒരു പൈപ്പ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. പൈപ്പിൻ്റെ എൻ്റെ ഒരു നോസിൽ ഉണ്ട്. ആ നോസിലിൻ്റെ ഔട്ടിലൂടെയാണ് എന്ത് ജെറ്റ് ഓഫ് ഫ്ലൂയിഡ് വരിക. ഈ ജെറ്റ് ഓഫ് ഫ്ലൂയിഡ് എന്ത് ചെയ്യണം, ഒരു ഫ്ലാറ്റ് ഫിക്സ്ഡ് പ്ലേറ്റിൽ സ്ട്രൈക്ക് ചെയ്യാണ്. അതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യണം വി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ജെറ്റ്. ഈ ജെറ്റിൻ്റെ വെലോസിറ്റീനെ വി എന്ന് കൺസിഡർ ചെയ്യുന്നു. സ്മോൾ ലെറ്റർ ഡി എന്ന് കൊടുത്തിട്ടുണ്ട്. അത് ഈ ജെറ്റിൻ്റെ ഡയമീറ്ററിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ജെറ്റാണ്. അപ്പോൾ സ്മോൾ ലെറ്റർ എ ഉണ്ട്, അതായത് ഈ ജെറ്റിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. ദാറ്റ് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് π/4 d² എന്ന് എഴുതാം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ്, ജെറ്റ് സ്ട്രൈക്ക് ചെയ്തു, പ്ലേറ്റിൽ സ്ട്രൈക്ക് ചെയ്തു, മൂവ് അലോങ് ദ പ്ലേറ്റ്, ഹെൻസ് വിൽ ഗെറ്റ് ഡിഫ്ലക്റ്റഡ് ത്രൂ 90 ഡിഗ്രി അല്ലേ. പ്ലേറ്റിൽ സ്ട്രൈക്ക് ചെയ്തതിന് ശേഷം എന്താണ് ജെറ്റ് 90 ഡിഗ്രി ഡിഫ്ലക്റ്റ് ചെയ്ത് പോകും. ഹെൻസ് ദ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി ഓഫ് ജെറ്റ് ആഫ്റ്റർ സ്ട്രൈക്കിംഗ് വിൽ ബി 0 അല്ലേ. ആഫ്റ്റർ സ്ട്രൈക്കിംഗ് ജെറ്റിൻ്റെ കമ്പോണൻറ്റ് അല്ലേ, സ്ട്രൈക്ക് ചെയ്തതിന് ശേഷം ജെറ്റിൻ്റെ കമ്പോണൻറ്റ് എന്താണ്, 0 എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ മനസ്സിലാക്കുക, ജെറ്റിൻ്റെ ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റ് ആഫ്റ്റർ സ്ട്രൈക്കിംഗ്, അതായത് എക്സ് ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, വെലോസിറ്റി എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ എങ്ങനെ വരും അല്ലേ. അപ്പോൾ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ജെറ്റ് ഓൺ ദ പ്ലേറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, ഫോഴ്സ് എക്സേർട്ടഡ് എങ്ങനെയാണ് അല്ലേ, ഫോഴ്സ് എക്സേർട്ടഡ് നമ്മൾ എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം വെച്ചിട്ടാണ് കാണുന്നത് അല്ലേ. ദാറ്റ് വി ക്യാൻ റൈറ്റ് ആസ് m × vi - vf/t അല്ലേ. ഇതാണ് കോമൺ ഇക്വേഷൻ. മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി ബൈ ടൈം ആണ്. അപ്പോൾ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് മാസ് ബൈ ടൈം ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി. അപ്പോൾ ഇവിടെ മാസ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം ρ/q ആണ്. ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് കൊടുക്കുക vi ആണ്, ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ vf ആണ്. സോ vi - vf. ഈ ρ/q എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, ρ/a/v എന്ന് എഴുതാം അല്ലേ. എന്താണ് ഈ v എന്ന് പറഞ്ഞാൽ എന്താണ്, വെലോസിറ്റി അറ്റ് വിച്ച് ദ ജെറ്റ് സ്ട്രൈക്സ് ദ പ്ലേറ്റ് ആണ് അല്ലേ, ഇൻറ്റു vi - vf. ദാറ്റ് ഈസ് വി ക്യാൻ റൈറ്റ് ρ/av ഇൻറ്റു vi എന്ന് പറഞ്ഞാൽ എന്താണ്, ഇനീഷ്യൽ വെലോസിറ്റി ആണ്. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്, ഇവിടെ ജെറ്റ് സ്ട്രൈക്സ് ദ പ്ലേറ്റ് ആണ് അല്ലേ. ജെറ്റ് പ്ലേറ്റിൽ സ്ട്രൈക്ക് ചെയ്യണ വെലോസിറ്റി, ആ വെലോസിറ്റി എന്താണ്, v ആണ്. സോ vi = ഇവിടെ എന്താണ്, v ആണ്. സോ v. ഫൈനൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ജെറ്റ് സ്ട്രൈക്ക് ചെയ്യണു എവിടെ, നോട്ട് സ്ട്രൈക്ക് ചെയ്യണു ആഫ്റ്റർ സ്ട്രൈക്കിംഗ് ദ പ്ലേറ്റ്. ഇപ്പോൾ ജെറ്റ് പ്ലേറ്റിൽ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ജെറ്റിൻ്റെ ഡയറക്ഷനിലുള്ള എന്താണ്, ജെറ്റിൻ്റെ ഡയറക്ഷനിലുള്ള വെലോസിറ്റിയാണ്. ജെറ്റിൻ്റെ ഡയറക്ഷനിലേക്ക് ഇതിൽ സ്ട്രൈക്ക് ചെയ്ത് പോകണ്ട, ഇല്ല, സ്ട്രൈക്ക് ചെയ്ത് ഡിഫ്ലക്റ്റ് ചെയ്താൽ പോകുന്നത്, ജെറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പോകുന്നത്, വൈ ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ എക്സ് ഡയറക്ഷനിൽ എന്താണ് ഇവിടെ, 0 ആണ് അല്ലേ. അപ്പോൾ ഫൈനൽ വെലോസിറ്റി എന്താവും, 0 ആവും. ഇവിടെ എഴുതുക ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ഡയറക്ഷൻ എക്സ് ആണ് കേട്ടോ, fx എന്ന് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ρ/av ഇൻറ്റു v - 0 എന്ന് എഴുതാം. അതാണ് ഇവിടെ കേസ് ചെയ്തിരിക്കുന്നത്. ഹിയർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ് vi = v ആണ്, vf എന്ന് പറയുമ്പോൾ എന്താണ്, 0 ആണ്. എക്സിൻ്റെ ഡയറക്ഷനിൽ വെലോസിറ്റി v ആണ്, വൈയുടെ ഡയറക്ഷനിൽ എന്താണ്, 0 ആണ് ആഫ്റ്റർ സ്ട്രൈക്കിംഗ്. ഓക്കെ, സോ ദ ഫൈനൽ ഇക്വേഷൻ ബിക്കംസ് എന്താണ്, ρ/av² വരും. കാരണം ρ/av ഉണ്ട്, ഇൻറ്റു v ആണ്. സോ ρ/av². ജസ്റ്റ് നോട്ട് ഇറ്റ് ഡൗൺ. ഓക്കെ, അപ്പോൾ ഏതാണിത്, സ്റ്റേഷനറി പ്ലേറ്റിൻ്റെ ഇത് കഴിഞ്ഞു. സ്റ്റേഷനറി പ്ലേറ്റ്, ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ജെറ്റ് ഓൺ എ സ്റ്റേഷനറി വെർട്ടിക്കൽ പ്ലേറ്റ്. സ്റ്റേഷനറി വെർട്ടിക്കൽ പ്ലേറ്റിൽ ജെറ്റിനാൽ എക്സേർട്ട് ചെയ്ത ഫോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ ρ/av² ആണ്. ഇതിൻ്റെ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഇതേപോലെ മൂവിങ് ഉണ്ട്, മൂവിങ് കൂടി നോക്കാം. ഇവിടെ നോക്കുക, ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ജെറ്റ് ഓൺ എ മൂവിങ് വെർട്ടിക്കൽ പ്ലേറ്റ്. നമ്മളിപ്പോൾ സ്റ്റേഷനറി വെർട്ടിക്കൽ പ്ലേറ്റ് ആണ് പഠിച്ചത്. അതോടൊപ്പം തന്നെ നമുക്ക് മൂവിങ് വെർട്ടിക്കൽ പ്ലേറ്റും കൂടി നോക്കി പോവാം. എന്തായിരിക്കും ഡിഫറൻസ് നോക്കാം. ഡിഫറൻസ് ഒന്നുമില്ല, നമ്മൾ അവിടെ പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും. ഒരു ജെറ്റ് കൺസിഡർ ചെയ്യണു, നമ്മൾ നോസിൻ്റെ ഔട്ടിലൂടെ വരുന്ന ജെറ്റ് കൺസിഡർ ചെയ്യണു. ഇതാണ് ജെറ്റ്. ഇവിടെ നോസിൽ കാണിച്ചിട്ടില്ല, പൈപ്പും കാണിച്ചിട്ടില്ല, നോസിൻ്റെ ഔട്ടിൽ വരുന്ന ഈ ജെറ്റാണ്. ജെറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യണം എവിടെയാണ്, ഒരു ഫ്ലാറ്റ് വെർട്ടിക്കൽ പ്ലേറ്റിൽ സ്ട്രൈക്ക് ചെയ്യണം. ദിസ് ഈസ് അവർ ഫ്ലാറ്റ് വെർട്ടിക്കൽ പ്ലേറ്റ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക, പ്ലേറ്റിൻ്റെ നേച്ചർ എങ്ങനെയാണ്, പ്ലേറ്റ് മൂവ് ചെയ്യണ പ്ലേറ്റാണ് അല്ലേ, അവിടുത്തെ പോലെ ഫിക്സ്ഡ് അല്ല, മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജെറ്റിൻ്റെ വെലോസിറ്റി നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ v എന്ന് കൺസിഡർ ചെയ്യണം. ഈ പ്ലേറ്റ് മൂവ് ചെയ്യണ വെലോസിറ്റി സ്മോൾ ലെറ്റർ u എന്നും കൺസിഡർ ചെയ്യണം. അപ്പോൾ എന്താ സംഭവിക്കുക, ഈ ജെറ്റ് വന്ന് ഇതിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഇത് മൂവ് ചെയ്യണ പ്ലേറ്റിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യാണ്. സ്ട്രൈക്ക് ചെയ്യുമ്പോൾ രണ്ട് മൂവിങ് ആണ് അല്ലേ, ജെറ്റ് മൂവിങ് ആണ്, പ്ലേറ്റ് മൂവിങ് ആണ്. അപ്പോൾ ഈ ജെറ്റ് പ്ലേറ്റിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ സ്ട്രൈക്ക് ചെയ്യുന്ന വെലോസിറ്റി ഏത് വെലോസിറ്റി ആണ് എന്നുള്ള ആദ്യത്തെ ചോദ്യം. ഏത് വെലോസിറ്റിയാണ് പറയുക, ഒരു രണ്ട് ഒബ്ജക്റ്റ് ഒരേ ഡയറക്ഷനിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എടുക്കുന്ന വെലോസിറ്റി എന്തായിരിക്കും,
റിലേറ്റീവ് വെലോസിറ്റിയാണ് എടുക്കുക. അപ്പോൾ ഇവിടെ ജെറ്റ് പ്ലേറ്റിൽ സ്ട്രൈക്ക് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഏത് വെലോസിറ്റി ആയിരിക്കും? റിലേറ്റീവ് വെലോസിറ്റി ആയിരിക്കും. ആ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ജെറ്റിൻ്റെ വെലോസിറ്റി മൈനസ് എന്താണ്? പ്ലേറ്റിൻ്റെ വെലോസിറ്റിയാണ്. അപ്പോൾ ജെറ്റിൻ്റെ വെലോസിറ്റി ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് വി ആണ്, പ്ലേറ്റിൻ്റെ വെലോസിറ്റി എന്താണ്? യു ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് വി മൈനസ് യു എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് ഇവിടെ ഒരു പോയിന്റ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യണം ആസ് യൂഷ്വൽ സ്റ്റേഷനറിയിൽ പോകുന്നത് നമ്മൾ കൺസിഡർ ചെയ്യണം എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ജെറ്റും, സ്മോൾ ലെറ്റർ ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ജെറ്റ്, സ്മോൾ ലെറ്റർ എ എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ ജെറ്റ്, ദാറ്റ് ഈസ് π/4d² എന്നും, സ്മോൾ ലെറ്റർ യു എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് പ്ലേറ്റ് എന്നും. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം ഇവിടെ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ജെറ്റ് വിത്ത് പ്ലേറ്റ് എന്ന് പറഞ്ഞ കാരണം ജെറ്റ് പ്ലേറ്റിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ റിലേറ്റീവ് വെലോസിറ്റിയാണ്. റീസൺ എന്താണ്? പ്ലേറ്റ് മൂവിങ് ആയതുകൊണ്ട് ആ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വി മൈനസ് യു ആണ്. രണ്ടും ഒരേ ഡയറക്ഷനിലാണ്, അതുകൊണ്ട് നമ്മൾ മൈനസ് ആണ് ചെയ്യുക. അപ്പോൾ വി മൈനസ് യു ആണ്. ക്ലിയർ? ഓക്കെ, അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റിയിലാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഇനി എന്താണ്? ഫോഴ്സ് എക്സേർട്ടഡ് നമുക്ക് കണ്ടുപിടിക്കണം. ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ജെറ്റ് ഓൺ ദ പ്ലേറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ്. ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ്. ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? എക്സ് ആണ്. Fx. നമ്മൾ എക്സ് ഡയറക്ഷനിലാണ് എടുക്കുക. അപ്പോൾ എക്സ് ഡയറക്ഷനിൽ എക്സേർട്ട് ചെയ്യണ ഫോഴ്സ് ഏതിനാൽ? ജെറ്റിനാൽ എക്സേർട്ട് ചെയ്യണം. അത് നമുക്കറിയാം. Fx ഈക്വൽ ടു എന്താണ്? m ഇൻറ്റു വി ഐ മൈനസ് വി എഫ് ഇൻറ്റു വി എഫ് ഡിവൈഡഡ് ബൈ ടി ആണ്. അത് നമുക്ക് എഴുതാം മാസ് ബൈ ടൈം ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി. മാസ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ റോ എ വി എന്നാണ് നമ്മളിവിടെ എഴുതിക്കൊണ്ടിരുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തും? വി ആർ എന്ന് എഴുതും. കാരണം ഇതൊരു സിംഗിൾ പ്ലേറ്റ് ആണ്. ഈ പ്ലേറ്റ് മൂവിങ് പ്ലേറ്റ് ആണ്. അതിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന വെലോസിറ്റി എന്താണ്? റിലേറ്റീവ് വെലോസിറ്റിയാണ്. ആ റിലേറ്റീവ് വെലോസിറ്റിയാണ് വി ആർ എന്ന് എഴുതിയിരിക്കുന്നത്. വി ആർ മീൻസ് റിലേറ്റീവ് വെലോസിറ്റി. അപ്പോൾ റോ എ വി ആർ ഇൻറ്റു വി ഐ മൈനസ് വി എഫ്. ഇപ്പോൾ റോ എ ഇൻറ്റു വി ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റീവ് വെലോസിറ്റി എന്താണ്? നമ്മൾ ഈ ചിത്രത്തിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ്? വി മൈനസ് യു എന്നാണ് കിട്ടിയല്ലേ. ഇപ്പോൾ വി മൈനസ് യു ഇൻറ്റു വി ഐ എന്ന് പറഞ്ഞാൽ എന്താ? ഇനീഷ്യൽ വെലോസിറ്റിയാണ്. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത്? വെലോസിറ്റി അറ്റ് വിച്ച് ദ ജെറ്റ് സ്ട്രൈക്സ് ദ പ്ലേറ്റ് ആണ്. സോ അത് വി മൈനസ് യു എന്ന് എഴുതി. മൈനസ് 0 എന്ന് ഇട്ടിട്ടുണ്ട്. വി എഫ് 0 എന്ന് ഇട്ടിട്ടുണ്ട്. കാരണം എന്താണ്? വി എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൽ വെലോസിറ്റിയാണ്. ഫൈനൽ വെലോസിറ്റി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ്. ജെറ്റിൻ്റെ ഡയറക്ഷനിൽ ഫൈനൽ വെലോസിറ്റിയാണ്. ജെറ്റിൻ്റെ ഡയറക്ഷൻ ഫൈനൽ വെലോസിറ്റി ഉണ്ടാ? ഇല്ല. കാരണം ഇത് മൂവിങ് പ്ലേറ്റ് ആണെങ്കിൽ തന്നെ ജെറ്റ് ഇവിടെ വന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് എന്താണ്? പ്ലേറ്റ് മൂവ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് ജെറ്റ് എന്താണ്? 90 ഡിഗ്രിയിൽ ഡിഫ്ലക്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. ഹിയർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ് വി ഐ എന്ന് പറയുന്നത് വി മൈനസ് യു ആണ്. വി എഫ് എന്ന് പറയുന്നത് 0 ആണ്. സോ ദ ഫൈനൽ ഇക്വേഷൻ നമുക്ക് എഴുതാം. ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ജെറ്റ് ഓൺ ദ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ റോ എ ഇൻറ്റു വി മൈനസ് യു ഹോൾ സ്ക്വയർ. റോ എ ഇൻറ്റു വി മൈനസ് യു ഹോൾ സ്ക്വയർ. ശരിയല്ല? ഇവിടെ റോ എ ഉണ്ട്, ഇവിടെ വി മൈനസ് യു, ഇവിടെ വി മൈനസ് യു. വി മൈനസ് യു ഇൻറ്റു വി മൈനസ് യു, വി മൈനസ് യു ഹോൾ സ്ക്വയർ. ക്ലിയർ? അപ്പോൾ ഇത് നമ്മൾ മൂവിങ് പ്ലേറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്രീവിയസ് കേസിൽ നമ്മൾ ഫിക്സ്ഡ് ആയിരുന്നു അല്ലേ? സ്റ്റേഷനറി പ്ലേറ്റ് ആയതുകൊണ്ട് സ്റ്റേഷനറി ആയതുകൊണ്ട് ജസ്റ്റ് ഒരു ഫോഴ്സ് എക്സേർട്ടർ മാത്രമേ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഇതൊരു മൂവിങ് പ്ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് സംഭവിക്കും? വർക്ക് ഡൺ ഉണ്ടാവും അല്ലേ? വർക്ക് ഡൺ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്താണ്? ഫോഴ്സ് എക്സേർട്ടർ മാത്രം കണ്ടുപിടിച്ചത് കൊണ്ട് കാര്യമില്ല. ഇവിടെ വർക്ക് ഡണ്ണും കൂടി നമുക്ക് കണ്ടുപിടിക്കണം. വർക്ക് ഡണ്ണും എഫിഷ്യൻസിയും കൂടി ഡിറ്റർമൈൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ വർക്ക് ഡൺ ആണ് കാണുന്നത്. അപ്പോൾ വർക്ക് ഡൺ പെർ സെക്കൻഡാണ് നമ്മൾ കാണുന്നത്. സോ വർക്ക് ഡൺ കാണാനുള്ള റീസൺ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? സിൻസ് ദ പ്ലേറ്റ് ഈസ് മൂവിങ് എ വർക്ക് ഈസ് ഡൺ ഓൺ ദ പ്ലേറ്റ് ബൈ ദ ജെറ്റ്. പ്ലേറ്റ് മൂവ് ചെയ്യുന്നത് കൊണ്ട് എന്താണ്? വർക്ക് ഡൺ ചെയ്യും പ്ലേറ്റിൽ. ഏതിനാൽ? ജെറ്റിനാൽ. അപ്പോൾ നമുക്ക് എഴുതാം, നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ വർക്ക് ഡൺ പെർ സെക്കൻഡ് ബൈ ദ ജെറ്റ് ഓൺ ദ പ്ലേറ്റ്. ഓക്കെ, ഇതിങ്ങനെയാണ്. വർക്ക് ഡൺ പെർ സെക്കൻഡ് ബൈ ദ ജെറ്റ് ഓൺ ദ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയാം. സോ ഫോഴ്സ് ഇൻറ്റു എന്താണ്? ഡിസ്റ്റൻസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ബൈ ടൈം. ഫോഴ്സിൻ്റെ ഡയറക്ഷനിലുള്ള ഡിസ്റ്റൻസ് പെർ ടൈമാണ് എന്ത്? വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ബൈ ടൈം. അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് എക്സേർട്ടഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ് ആണ്. നമ്മൾ കണ്ടുപിടിച്ചു എന്താണ്? Fx കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? ഇത് Fx ഇത്. സോ അതാണ് ഇവിടെ എഴുതിയിരിക്കും. റോ എ ഇൻറ്റു വി മൈനസ് യു ഹോൾ സ്ക്വയർ ഇൻറ്റു എന്താണ്? ഡിസ്റ്റൻസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് ബൈ ടൈം എഴുതിക്കും. ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റിയാണ്. അതെന്താണ്? ഈ പ്ലേറ്റിൻ്റെ വെലോസിറ്റിയാണ്. സോ സ്മോൾ ലെറ്റർ യു. ഓക്കെ, അപ്പോൾ ഇതാണ് വർക്ക് ഡൺ ഇക്വേഷൻ. നോട്ട് ചെയ്യുക. ദിസ് ഈസ് അവർ ഇക്വേഷൻ ഓഫ് വർക്ക് ഡൺ.
ക്ലിയർ. ഇനി അതേപോലെ നമുക്ക് എന്ത് കാണണം? എഫിഷ്യൻസി കാണണം. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. ജനറലി എഫിഷ്യൻസി ഡിനോട്ട് ചെയ്യുന്നത് ഈറ്റ എന്നാണ്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് ജനറലായിട്ട് എന്താണ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്നാണ് നമ്മൾ എഫിഷ്യൻസി പറയുക. അപ്പോൾ ഇവിടെ എഴുതാം ഔട്ട്പുട്ട് ഓഫ് ദ ജെറ്റ് പെർ സെക്കൻഡ് ബൈ ഇൻപുട്ട് ഓഫ് ദ ജെറ്റ് പെർ സെക്കൻഡ്. ഓക്കെ, ഇവിടെ എല്ലാം നമ്മൾ റേറ്റ് വെച്ചിട്ടാണ് പറഞ്ഞത്, അത് പെർ ടൈം ആണ് കേട്ടോ. അപ്പോൾ ഔട്ട്പുട്ട് ഓഫ് ദി ജെറ്റ് പെർ സെക്കൻഡ് ബൈ ഇൻപുട്ട് ഓഫ് ദി ജെറ്റ് പെർ സെക്കൻഡ്. ഈ ഔട്ട്പുട്ട് ഓഫ് ദി ജെറ്റ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ എന്താണ്? വർക്ക് ഡൺ ഉണ്ട് അല്ലേ? അപ്പോൾ വർക്ക് ഡൺ ബൈ ദ ജെറ്റ് പെർ സെക്കൻഡ് ആണ് ഔട്ട്പുട്ട്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നോസിലിൽ നിന്ന് കിട്ടുന്ന എനർജിയാണ്. അതായത് നോസിലിൻ്റെ ഔട്ടിൽ നിന്ന് കിട്ടുന്ന എനർജി എന്താണ്? നോസിലിൻ്റെ ഔട്ടിൽ ജെറ്റ് ഓഫ് ഫ്ലൂയിഡ് വരുന്നത് അവിടെയാണ്. അപ്പോൾ നോസിലിൻ്റെ ഔട്ടിലുള്ള എനർജി എന്തായിരിക്കും? ഹൈ വെലോസിറ്റി എന്നാണ് പറഞ്ഞത് അല്ലേ? ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ വെലോസിറ്റിയും കോൺസ്റ്റൻറ്റ് പ്രഷർ എന്നാണ്. അപ്പോൾ ഹൈ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കൈനറ്റിക് എനർജിയാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് ദി ജെറ്റ് പെർ സെക്കൻഡ് ആണ്. അതിനെങ്ങനെ എഴുതാം? വർക്ക് ഡൺ ബൈ ദ ജെറ്റ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലേ? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ബൈ ടൈം ആണ് അല്ലേ? എനിങ്ങനെ എഴുതാം? എഫ് എക്സ് ഇൻറ്റു യു. എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? എഫ് എക്സ് സഫിക്സിലാണ് കേട്ടോ, എഫിൻ്റെ താഴെയാണ് എഴുതേണ്ടത്. എക്സ് എന്ന് പറഞ്ഞാൽ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ്, എക്സ് ഡയറക്ഷനിൽ, ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി ഓഫ് ദ ജെറ്റ് പെർ സെക്കൻഡ്. കൈനറ്റിക് എനർജി ഇവിടെ ഹാഫ് റോ എ വി ക്യൂബ് എന്നാണ് വരുന്നത്. അതെങ്ങനെ ഈ കൈനറ്റിക് എനർജി ഹാഫ് റോ എ വി ക്യൂബ് എന്ന് വരുന്നത്? ഈ കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് അല്ലേ ഇവിടെ? കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് അല്ലേ? കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ എന്നാണോ അറിയാം. ഇവിടെ പെർ സെക്കൻഡ് തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ എന്താവും ഇവിടെ? ഹാഫ് ഇൻറ്റു മാസ് പെർ സെക്കൻഡ് ഇൻറ്റു വി സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? അത് മൊത്തത്തിൽ ഇത് രണ്ടിനും കോമൺ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ മാസ് പെർ സെക്കൻഡ് മാത്രം കൺസിഡർ ചെയ്യാം. അപ്പോൾ എങ്ങനെ എഴുതാം? ഇവിടെ എഴുതാം. എങ്ങനെ എഴുതാം? ഹാഫ് ഇൻറ്റു മാസ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? റോ എ വി ആണ്. റോ എ വി ഇൻറ്റു ഇവിടെ ഓൾറെഡി എന്തുണ്ട്? വി സ്ക്വയർ ഉണ്ട്. വി സ്ക്വയർ അപ്പോൾ എന്താണ്? റോ എ വി ഇൻറ്റു വി സ്ക്വയർ എന്ന് പറയുമ്പോൾ റോ എ വി ക്യൂബ്. അങ്ങനെയാണ് ഇങ്ങനെ വന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ തൽക്കാലം ഇന്നത്തെ ക്ലാസ്സിന് ഇത്രയും മതി. ഇന്ന് തന്നെ പഠിച്ചു പോവുക. ഇന്ന് പഠിച്ചത് ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ് ആണ്. എന്താണ് ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ് എന്ന് പഠിച്ചു. ദെൻ ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ പഠിച്ചു. ദെൻ സ്റ്റേഷനറി പ്ലേറ്റിൽ, ഒരു വെർട്ടിക്കൽ പ്ലേറ്റിൽ ജെറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്താൽ അവിടെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണെന്ന് പഠിച്ചു. അതുപോലെ മൂവിങ് വെർട്ടിക്കൽ പ്ലേറ്റിൽ ജെറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്താൽ അവിടെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്, അവിടെയുള്ള വർക്ക് ഡൺ, എഫിഷ്യൻസി എന്താണെന്ന് പഠിച്ചു. ഓക്കെ, താങ്ക് യു.